ഹായ്, വെൽക്കം ടു ജൂനിയർ സയൻസ് പ്രോഗ്രാം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്താണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ? ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ടല്ലോ. ആ സന്ദേശം നാം ടൈപ്പ് ചെയ്യുമ്പോൾ ആ ലെറ്റേഴ്സിനെ മോഷനിൽ കണക്ട് ചെയ്യുക. ആ മോഷൻ നിൽക്കുന്ന വസ്തു നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അത് അവിടെ നിശ്ചലമാകുകയാണ്. അത് കഴിഞ്ഞ് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് എത്തണമെങ്കിൽ ആ നിശ്ചലമായ വസ്തു ചലിക്കണം. റെസ്റ്റിൽ നിൽക്കുന്ന ആ വസ്തു മോഷനിലേക്ക് എത്തണം. പക്ഷേ ആ വസ്തു മോഷനിലേക്ക് എത്താതെ തന്നെ ആ റെസ്റ്റിൽ നിന്ന് തന്നെ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് എത്തുന്നതിന് ഉദാഹരണം ആയി നമുക്ക് പറയാൻ പറ്റും. ഒപ്പം ഒരു ക്വാണ്ടം കണിക ഭൂമിയിലും ഒരു ക്വാണ്ടം കണിക നമ്മുടെ സാറ്റലൈറ്റിലും വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. ആ ഒരു പാത്ത് വേയും അവിടെ ഫോം ആവും. നമ്മൾ നടത്തിയ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്കിത് തെളിയിക്കാൻ പറ്റും. നമ്മൾ ഒരു മെസ്സേജ് നമ്മുടെ ഭൂമിയിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് ക്വാണ്ടം കണികകൾ ഉപയോഗിച്ച് ഓൾറെഡി നാം അയച്ചിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഈ ചെറിയ മെസ്സേജിന് പകരം നാം മനുഷ്യർക്ക് തന്നെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ക്വാണ്ടം സയൻസിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രങ്ങൾ തെളിയിക്കുന്നത്. ഒപ്പം നമ്മുടെ ക്വാണ്ടം സയൻസിൽ നമ്മൾ ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ആവണമെങ്കിലോ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ലാതെയോ നമുക്ക് നടന്നോ പോകാവുന്നതാണ്. പക്ഷേ നമ്മൾ നിൽക്കുന്ന റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് വരാതെ പോകുക എന്നത് നമുക്കിപ്പോൾ പോസിബിൾ അല്ല. പക്ഷേ ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടെ റെസ്റ്റിൽ നിന്ന് തന്നെ മോഷനിലേക്ക് എത്താതെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷനിലൂടെ വ്യക്തമാക്കുന്നത്. താങ്ക് യു ഫ്രോം ജൂനിയർ സയൻസ് പ്രോഗ്രാം.